ജപ്തി നടപടികൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കോഴിക്കോട് ഫറോക്ക് വെസ്റ്റ് നല്ലൂരിലെ സുബ്രഹ്മണ്യന്റെ കുടുംബം. 8 വർഷങ്ങൾക്ക് മുൻപ് സുബ്രഹ്മണ്യന് ജോലിക്കിടയിൽ സ്ട്രോക്ക് വന്ന് വലതുവശം തടർന്നതിനാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചാൽ ഞങ്ങളത് ബാങ്കിൽ കുറച്ച് കടമുണ്ട്, ഞങ്ങൾക്കിപ്പോൾ പൊന്തിക്കാൻ കഴിയണില്ല. ഇപ്പോൾ ജപ്തിൻ്റെ വക്കത്തെത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ കടത്തുനിന്നൊന്ന് ഞങ്ങളെങ്ങനെയാണ് രക്ഷിച്ച് തരണം, എനിക്ക് അത് എത്ര പറയാനുള്ളൂ. ഫറൂഖ് വെസ്റ്റ് നല്ലൂരിലെ പഞ്ചാരയിൽ സുബ്രഹ്മണ്യനും ഭാര്യ ശ്രീജയുമാണ് ജപ്തി നടപടികൾക്ക് മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. 8 വർഷങ്ങൾക്ക് മുൻപ് ജോലിക്കിടയിൽ സ്ട്രോക്ക് വന്ന് വലതുവശം തളർന്നതിനാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് സുബ്രഹ്മണ്യൻ ഇപ്പോൾ. മറ്റൊരാളുടെ പരസഹായമില്ലാതെ സുബ്രഹ്മണ്യന് എഴുന്നേറ്റ് നടക്കാനാവില്ല. അതിനാൽ ഭാര്യ ശ്രീജയ്ക്കും മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇപ്പം അങ്ങനെ നടക്കുന്നല്ലാണ്ട് ഒരാൾ എല്ലാ സഹായത്തിനും കൂടെ വേണം. മരുന്നും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിക്കാനും കഴിയില്ല. കുറച്ച് ഹെൽത്ത് സെൻ്ററിൽ നിന്ന് കിട്ടും, ബാക്കി വില ഉള്ളത് ഇതേമാതിരി ഓരോരുത്തർ ഇങ്ങനെ തരുന്നതാണ്. ഇപ്പോൾ ഞങ്ങളെ മെമ്പർ ഏറ്റെടുക്കുന്ന മെമ്പറാണ് ഇപ്പോൾ തരല്. മകളുടെ പഠനവും ഇപ്പോൾ മുടങ്ങിയ സ്ഥിതിയിലാണ്. സ്ഥലം കൗൺസിലറുടെ കാരുണ്യത്താൽ മരുന്നുകൾ മുടങ്ങാതെ ലഭിക്കുന്നുണ്ട്. നിലവിൽ ഇവർ താമസിക്കുന്ന വീട് ബാങ്ക് ഏത് നിമിഷവും ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. സുമനസുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ഇവർ. എവർക്കും കഴിയുന്ന സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാട് പെടുകയാണ് ഇന്ന് ഈ കുടുംബം. ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ കടബാധ്യത. വീട് നിർമ്മാണത്തിനെടുത്ത ലോൺ തുക അടയ്ക്കാൻ കഴിയാത്തതിനാൽ ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.